വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. 2010 UDF നേടിയ അതേ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായി റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായി വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഒരു വൻപിച്ച ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDF ഉണ്ടായിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം UDF പറ്റിയാണ് പറഞ്ഞത്, പക്ഷെ അത് ഉണ്ടായത് LDF പറ്റിയാണ്. LDF ശക്തി കേന്ദ്രങ്ങൾ കേരളത്തിൽ പല ഭാഗത്തും പിടിച്ചെടുക്കാൻ UDF സാധിച്ചു. എനിക്ക് ചുമതലയുണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനില്ല. 50 വർഷമായി കോഴിക്കോട് കോർപ്പറേഷനിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ LDF ഭരിക്കുകയായിരുന്നു. ഓരോ തവണയും CPM ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് 50 വർഷമായി ഭരിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയും CPM സ്വാധീനമുള്ള മേഖലകൾ കൂട്ടിച്ചേർത്തിട്ടും മേയറെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോഴിക്കോട് ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇതുപോലെയാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇത് എല്ലാ പാർട്ടി പ്രവർത്തകരും ജനങ്ങൾക്കും ഞാൻ ഈ വിജയം സമ്മാനിക്കുന്നു. പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച്, എല്ലാ നേതാക്കളും ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായിരിക്കുന്ന ഈ വൻപിച്ച വിജയം. തന്നെയുമല്ല, നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്താൻ പാർട്ടി തീരുമാനിക്കുകയും UDF നേതാക്കന്മാർ അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് UDF ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഈ വിജയം. ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. UDF പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും 2010 വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു എന്നത് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ വിനയത്തോടെ, കൂടുതൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സന്ദേശമാണ് ഈ വിജയം ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് യോജിച്ച് ഒരു മനസ്സോടെ UDF പ്രവർത്തിക്കും എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഞാനിവിടെ ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, ആലപ്പുഴ DCC ഓഫീസിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, UDF അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത് വളരെ വാസ്തവമാണ്. അത് എന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. BJPക്ക് അത്ര വലിയ മുന്നേറ്റം ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ചില മേഖലകളിൽ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF കഴിഞ്ഞാണ് 10 സീറ്റുകൾ. ഞങ്ങൾ അത് ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നല്ലൊരു പോരാട്ടമാണ് ഇത്തവണ നടത്തിയത്. ഞങ്ങൾക്ക് കുറെ കൂടി സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഏതെല്ലാം സ്ഥലങ്ങളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടായി എന്നത് പൂർണ്ണമായ റിസൾട്ട് വന്ന ശേഷം പരിശോധിച്ചിട്ട് പറയും. അല്ല, ഇതിനകത്ത് ഒരു കാര്യം എല്ലാ പാർട്ടി പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ നൽകിയിരിക്കുന്ന ഈ വിധി, ജനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പിന്തുണ, അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഐക്യത്തോടെയും യോജിപ്പോടെയും വരാൻ പോകുന്ന 5 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ നൽകുന്ന ഈ സന്ദേശം. അങ്ങനെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല. അങ്ങനെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വരട്ടെ. ഇതിന്റെ പൂർണ്ണമായ റിസൾട്ട് വന്നു കഴിഞ്ഞില്ലല്ലോ. ഈ റിസൾട്ട് ഒരു ദുർഭരണത്തെ ജനങ്ങൾ എങ്ങനെ വെറുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ജനങ്ങൾ നൽകിയ തിരിച്ചടി LDF
നൽകിയ തിരിച്ചടി തന്നെയാണ്, ഭരണത്തിൽ നൽകിയ തിരിച്ചടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് പൂർണ്ണമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് പോയത്, എങ്ങനെയാണുള്ളത്. കാരണം ഇത്രയും സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ, പൂർണ്ണമായ റിസൾട്ട് വന്നിട്ടുമില്ല. അത് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. അല്ല, അത് ഞങ്ങൾ ഗൗരവത്തോടെ തന്നെ കാണുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ BJP കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. നേരത്തെ അവർ 2 മുനിസിപ്പാലിറ്റികളെ വിളിച്ചിരുന്നുള്ളൂ. അവിടെ ഒരു മുനിസിപ്പാലിറ്റി മിക്കവാറും പോകും. പാലക്കാട് UDF തിരിച്ചു പിടിക്കും. അതുപോലെ അവർക്ക് അപ്പൊ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാലക്കാട് തിരിച്ചു പിടിച്ചത്. അപ്പം ഞങ്ങളത് പരിശോധിക്കും, എന്തെല്ലാമാണ് കാര്യങ്ങൾ ഉണ്ടായെന്നുള്ളത് പരിശോധിക്കും. അത് നേരത്തെ തന്നെയായിരുന്നു. അതെ, മാവേലിക്കരയിൽ കഴിഞ്ഞ തവണയും 9-9 എന്നുള്ള നിലയായിരുന്നു. മാവേലിക്കരയിൽ 3 പേർക്ക് 9-9. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ സ്വതന്ത്രരായി പറഞ്ഞാൽ ഞങ്ങളെ പിന്തുണച്ചു. അതിന്റെ മുനിസിപ്പൽ ചെയർമാനായി അങ്ങനെയാണ് പോയത്. ചെങ്ങന്നൂരിൽ ആദ്യമായിട്ടാണ്. ചെങ്ങന്നൂരിൽ ഇതിന് മുമ്പ് LDF ആയിരുന്നു 2ാം സ്ഥാനം, അത് 3ാം സ്ഥാനത്താണ്. അപ്പൊ മന്ത്രിയുടെ ഒരു മണ്ഡലം കൂടിയാണെന്ന് ആലോചിക്കണം. ഹരിപ്പാട് ഇല്ല, ഹരിപ്പാട് 2ാം സ്ഥാനത്ത് LDF ആണ്, 3ാം സ്ഥാനത്താണ്. ഹരിപ്പാട് നഗരസഭയിൽ കഴിഞ്ഞാണ് UDF-ന് 14 സീറ്റ് ഉണ്ടായിരുന്നു. അത് വർദ്ധിപ്പിച്ച് 16 സീറ്റായി. കേവല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഭരിക്കുന്നത്. പള്ളിപ്പാട് ഞങ്ങൾ വിജയിച്ചു. ചേപ്പാട് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ LDF-ന്റെ പേരിലാണ്. പഞ്ചായത്തുകളെല്ലാം വന്നിട്ടില്ല. ശബരിമല വിഷയം മാത്രമാണോ ചർച്ച ചെയ്തത്? UDF-നെതിരെ LDF കുറെ ക്യാമ്പയിൻ അല്ല, അവര് ഏറ്റവും പ്രധാനമായിട്ട് ശബരിമല ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, വിലക്കയറ്റം. മനുഷ്യൻ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. ഓരോ മനുഷ്യർക്കും അവന്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അവന്റെ വിധിയെഴുത്ത് നടത്തുന്നത്. കൊടിയ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പിന്നെ ഇടതുപക്ഷക്കാരൻ മാർക്സിസ്റ്റുകാരല്ലാത്ത ആൾക്കും ഈ ഭരണത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, ഏകാധിപത്യം, സ്വച്ഛാധിപത്യ നടപടികൾ, 10 വർഷമായി കേരളത്തിൽ ഒന്നും നടക്കാത്ത അവസ്ഥ, വികസനമില്ലായ്മ, അഴിമതിയും ദുർഭരണവും, ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തിയ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇതൊന്നും അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഭരണകൂടമായിരുന്നു. അവരുടെ പ്രചരണം മുഴുവൻ എന്തായിരുന്നു? ഗവൺമെന്റ് നോട്ട് ചെയ്യാനായിരുന്നു LDF എല്ലായിടത്തും പ്രസംഗിച്ചത്. അപ്പൊ ഗവൺമെന്റിനെതിരായ ശക്തമായ ജനവികാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. തുടർഭരണം കിട്ടിയപ്പോഴുണ്ടായ അഹങ്കാരം അത് എല്ലാ രംഗത്തും പ്രകടമായിരുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഈ വിജയ് UDF-നുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ വിജയമാണ്. കോൺഗ്രസും UDF-നും എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ വിജയമാണ്. അപ്പൊ ഈ വിജയം ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുന്നു. ഭാവിയിലും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങളെ അണിനിരത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വിജയിക്കും, പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ കോവിഡ് വന്നതുകൊണ്ട് സംഭവിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് പിന്നീട് വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ടല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. കേരള ജനത ഒരു മാറ്റം ആഗ്രഹിക്കും. എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി ജനങ്ങൾ വിജയെടുത്ത് നടന്നു. ആലപ്പുഴ ജില്ലയിൽ തന്നെ വലിയ മെച്ചമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ മുനിസിപ്പാലിറ്റി ചേർത്തല ഒഴിച്ച് 5 മുനിസിപ്പാലിറ്റികൾ ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതൽ ജയിക്കുന്നു, ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ ജയിക്കുന്നു. അതോടൊപ്പം തന്നെ
ജില്ലാ പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ ആകെ ഒരു 2 സീറ്റായിരുന്നു ഉണ്ടായിരുന്നു. അതൊക്കെ വളരെയേറെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകും. ഏതാ? 23 മാർക്കല്ല. എം എം മണിയുടെ ഒരു പ്രസ്ഥാനം കേട്ടാ. എം എം മണിയുടെ ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തു. തെറ്റ് വാങ്ങി നക്കിയിട്ട് ജനം തിരിഞ്ഞു പോയി. ഞാൻ എടുത്തു കേട്ടോ, ബൈക്ക് എടുക്കാം. കിറ്റ് വാങ്ങി ജനം തിരിച്ചു പോയി. തിരിഞ്ഞു കുത്തി. അല്ല എങ്ങനെയല്ല പണി പണിയിട്ടത്